ഓം ശ്രീ ഗം ഗണപതയേ നമ. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സുസ്വാഗതം. ഉദ്ധവഗീതയിലെ ഭഗവാൻ ഉദ്ധവർക്കായി പറഞ്ഞുകൊടുക്കുന്ന ജ്ഞാനവിജ്ഞാനങ്ങൾ. ഭഗവാൻ പറയുന്നു, എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവനായ അങ്ങേക്ക് ഉദ്ധവ, ഭക്തിയോഗത്തെ ഞാൻ ആദ്യം തന്നെ ഉപദേശിച്ചു തന്നു കഴിഞ്ഞു. ഇനി ഭക്തിയുണ്ടാകുവാനുള്ള അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാം, കേട്ടോളൂ. ഈശ്വരനായ എൻ്റെ അമൃതതുല്യങ്ങളായ കഥകളെ കേൾക്കുന്നതിൽ ശ്രദ്ധയുണ്ടാവുക, എപ്പോഴും എന്നെ കീർത്തിക്കുക, എൻ്റെ പൂജനിഷ്ഠയോടുകൂടി ആചരിക്കുക, സ്തോത്രങ്ങളെ കൊണ്ട് എന്നെ സ്തുതിക്കുക, ഈശ്വര പരിചര്യയിൽ ആദരവുണ്ടാവുക, എന്നെ സാഷ്ടാംഗം നമസ്കരിക്കുക, എല്ലാ ജീവജാലങ്ങളിലും ആ പരമാത്മഭാവത്തെ കാണുക, ശരീരത്തിൻ്റെ ഓരോ ചലനവും ഈശ്വരനായ എൻ്റെ പ്രീതിക്കായി തീരുക, എൻ്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങളെ വർണ്ണിക്കുക, മനസ്സിനെ അന്തര്യാമിയും ഈശ്വരനുമായ എന്നിൽ സമർപ്പിക്കുക, ഭഗവത് പ്രാപ്തിക്കു വേണ്ടി ധനത്തെയും സുഖാനുഭവങ്ങളെയും ത്യജിക്കുക, യാഗങ്ങൾ, ദാനങ്ങൾ, ഹോമം, ജപം, വ്രതം, തപസ് ഇവയെല്ലാം ഈശ്വരപ്രീതിക്കു വേണ്ടി മാത്രമായി തീരുക. ഈ അനുഷ്ഠാനങ്ങളെ കൊണ്ട് ജീവനായ തന്നെ തനിക്കാശ്രയീഭൂതനും ആത്മാവുമായ ഈശ്വരന് സമർപ്പിക്കുവാനായി നിരന്തരം പരിശ്രമിക്കുന്നൊരു സാധകന് പരമാത്മാവായ എന്നിൽ തീർച്ചയായും ഭക്തിയുണ്ടാവും. മാത്രമല്ല, ഭക്തി കൊണ്ട് കർമ്മവാസനകളെല്ലാം നശിച്ച് മനസ്സ് ആത്മാവിൽ സമ്പൂർണമായി ലയിക്കുകയും ചെയ്യും. അതാണ് ഈശ്വരപ്രാപ്തി. അതിനാൽ ഭക്തിയുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് നേടേണ്ടതായിട്ട് എന്താണുള്ളത്? ഒന്നും തന്നെയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്രകാരമുള്ള ധർമാചരണം കൊണ്ട് ശാന്തവും സത്വഗുണപ്രധാനവും ആയിത്തീർന്ന മനസ്സ് ആത്മാവിൽ നിശ്ചലമായി ഉറയ്ക്കും. ആ നിലയിലെത്തിയ സാധകന്റെ മനസ്സിൽ ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം എന്നിവ പൂർണ്ണമായി പ്രകാശിക്കുന്നു. ബ്രഹ്മസ്വരൂപമായ സംസാരത്തിൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ രജോഗുണപ്രധാനമായി തീർന്ന മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ മിഥ്യാവസ്തുക്കളിലേക്കൊഴുകുകയും അധർമ്മം, അജ്ഞാനം, രാഗം, അസ്വതന്ത്രത എന്നിവയെല്ലാം അനുഭവപ്പെടുകയും ചെയ്യും. എന്നാൽ ഭഗവാനായ ആ സാക്ഷാൽ ആ പരമാത്മാവിൽ ഭക്തിയുണ്ടാവുന്നത് എന്തനുഷ്ഠാനത്താലാണോ അതിനെ ധർമ്മമെന്നാണ് പറയുന്നത്. ജീവനെയും ജഗത്തിനെയും ഏകവും അദ്വിതീയവുമായ ആത്മാവായി അറിയുവാൻ കഴിയുന്ന ആ ബോധത്തെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. സത്വരജസ് തമോ ഗുണങ്ങളിലും അവയുടെ ആ വികാരങ്ങളായ പ്രപഞ്ച വസ്തുക്കളിലുമുള്ള ആ നിസ്സംഗതയാണ് വൈരാഗ്യം. അണിമാദി സിദ്ധികളെയാണ് ഐശ്വര്യം എന്ന് പറഞ്ഞു വരുന്നത്. ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം ഇവയുടെ ആ ശരിയായ അർത്ഥത്തെ ഭഗവാൻ വിവരിച്ചു തന്നെ ഉദ്ധവർക്കായി പറഞ്ഞു കൊടുത്തപ്പോൾ ഉദ്ധവർ ഭഗവാനോടായി ചോദിക്കുകയാണ്, ഭഗവാനെ, യമവും നിയമവും എത്ര വിധത്തിലുണ്ട്? ശമം എന്നും ദമം എന്നും പറഞ്ഞാൽ എന്താണ്? അതേപോലെ തിതിക്ഷയുടെ സ്വരൂപം എന്താണ്? എന്താണ് ഈ ധൈര്യം? ദാനം, തപസ്, ശൗര്യം, ഋതം എന്നെല്ലാം പറയുന്നത് എന്തിനെയാണ്? സത്യം എന്നാൽ എന്താണ്? ത്യാഗം എന്നാൽ എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം എന്താണ്? യജ്ഞൻ ആരാണ്? ദക്ഷിണ എന്നാൽ എന്താണ്? മനുഷ്യൻ്റെ ബലം എന്താണ്? ഭഗം എന്നാൽ എന്താണ്? ശ്രേഷ്ഠമായ ലാഭം എന്താണ്? വിദ്യ, ലജ്ജ, ശ്രീ, സുഖം, ദുഃഖം ഇവയുടെ സ്വരൂപം എന്താണ്? പണ്ഡിതൻ ആരാണ്? മൂർഖൻ ആരാണ്? ശരിയും തെറ്റുമായ വഴികൾ ഏതെല്ലാമാണ്? സ്വർഗവും നരകവും ഏതാണ്? ബന്ധു ആരാണ്? ഗൃഹം ഏതാണ്? ധനികൻ ആരാണ്? ദരിദ്രൻ ആരാണ്? കൃപണനെന്നും ഈശ്വരനെന്നും ആരെയാണ് പറയുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് ഉദ്ധവർ ഭഗവാനോടായി പറഞ്ഞു. അപ്പോൾ ഉദ്ധവരുടെ ആ ചോദ്യത്തിനുള്ള മറുപടിയായി ഭഗവാൻ പറയുന്നു, അഹിംസ, സത്യം, മോഷ്ടിക്കാതെയിരിക്കൽ, നിസ്സംഗത, ലജ്ജ, അത്യാവശ്യത്തിലധികം ധനം ശേഖരിച്ചു വയ്ക്കാതിരിക്കൽ, വേദവിശ്വാസം, ബ്രഹ്മചര്യം, മൗനം, ധർമ്മത്തിലും സത്യത്തിലും സ്ഥിരത, ക്ഷമ, ഭയമില്ലായ്മ ഇവയാണ് യമങ്ങൾ. ഇനി ശരീരശുദ്ധി, മനഃശുദ്ധി, മന്ത്രജപം,
തപസ്, ഹോമം, സജ്ജനങ്ങളുടെ ഉപദേശങ്ങളിലും ശാസ്ത്രങ്ങളിലും വിശ്വാസമാകുന്ന ശ്രദ്ധ, അതിഥി സൽക്കാരം, ഈശ്വരപൂജ, തീർത്ഥാടനം, പരോപകാര പ്രവൃത്തിയിൽ ആഗ്രഹം, സന്തോഷം, ഗുരുസേവനം എന്നിവയാണ് നിയമങ്ങൾ. യമനിയമങ്ങൾ സകാമന്മാർക്ക് സ്വർഗാദി ലോകങ്ങളെയും നിഷ്കാമരൂപേണ അനുഷ്ഠിക്കുന്നവർക്ക് മനഃശുദ്ധിയുണ്ടാക്കി മോക്ഷത്തെയും സാധിപ്പിക്കുന്നവയാണ്. ഈശ്വരനായ എന്നിൽ ബുദ്ധിയെ ഉറപ്പിക്കുവാനാണ് ശമവും കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവയിൽ നിന്ന് നിവർത്തിപ്പിക്കുന്നത് ദമവുമാണ്. ദുഃഖങ്ങളെ ചിന്തയോ ആവലാതിയോ കൂടാതെ സഹിക്കുന്നതാണ് തിതിക്ഷ. ജിഹോബസ്ഥങ്ങളെ ജയിക്കലാണ് ധൈര്യം. ആരെയും ഉപദ്രവിക്കാതിരിക്കലാണ് ശരിയായ ദാനം. ആഗ്രഹങ്ങളെ നിശേഷം ഉപേക്ഷിക്കുന്നതിനെ തപസ് എന്നാണ് പറയുന്നത്. ദുർവാസനകളിൽ പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന സ്വഭാവത്തെ ജയിക്കലാണ് ശൗര്യം. സത്യം എന്നത് എല്ലാത്തെയും പരബ്രഹ്മസ്വരൂപേണ സമമായി കാണലാണ്. പരമാർത്ഥവും പ്രിയവുമായ വാക്കിനെയാണ് വിദ്വാൻമാർ ഋതം എന്ന് പറയുന്നത്. കർമ്മങ്ങളോട് ബന്ധപ്പെടാതിരിക്കലാണ് ശൗചം. ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കലാകുന്ന സന്യാസമാണ് ത്യാഗം. ധർമ്മമാണ് ജീവന്റെ ഏറ്റവും ഹിതമായ ധനം. ഭഗവാനായ ഞാൻ തന്നെയാണ് യജ്ഞൻ. ജ്ഞാനോപദേശമാണ് ശരിയായ ദക്ഷിണ. മനസ്സിനെ അടക്കാൻ സഹായകരമാകുന്ന പ്രാണായാമമാണ് ശ്രേഷ്ഠമായ ബലം. ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്, ജ്ഞാനം, വൈരാഗ്യം എന്നിവ ഈശ്വരീയ ഗുണങ്ങളാണ്. അവ ഉണ്ടായിത്തീരലാണ് ഭഗം. ഏറ്റവും വലിയ ലാഭം ഈശ്വരനായ ആ ഭഗവാനിൽ ഭക്തിയുണ്ടാവലാണ്. തന്നെയും മറ്റുള്ളവരെയും വേറെയായി കാണാതെ ഒരു ആത്മാവായി കാണലാണ് വിദ്യ. ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നതിലുള്ള സങ്കോചത്തെയാണ് ലജ്ജ എന്നു പറയുന്നത്. ഒന്നിലും താൽപ്പര്യമില്ലായ്മ മുതലായ ഗുണങ്ങളെയാണ് ശ്രീ എന്ന് പറയുന്നത്. സുഖദുഃഖങ്ങൾക്ക് അതീതനായി തീരലാണ് യഥാർത്ഥ സുഖം. വിഷയങ്ങളെ ആഗ്രഹിക്കലാണ് ദുഃഖം. ബന്ധത്തെയും മോക്ഷത്തെയും തിരിച്ചറിയുന്നവനാണ് പണ്ഡിതൻ. ശരീരത്തെ താനായി അഭിമാനിക്കുന്നവനാണ് മൂർഖൻ. ഈശ്വരപ്രാപ്തിക്കുള്ള അനുഷ്ഠാനങ്ങളെ ഉപദേശിക്കുന്ന വേദമാണ് ശരിയായ വഴി. ഇനി മനസ്സിൻ്റെ ബഹിർമുഖത്വം തന്നെയാണ് തെറ്റായ വഴി. സത്വഗുണം വളർന്ന മനസ്സ് സ്വർഗവും തമോ ഗുണപ്രധാനമായത് നരകവുമാണ്. ഗുരുനാഥ സ്വരൂപനായ ഞാൻ തന്നെയാണ് ഉത്തമനായ ബന്ധു എന്ന് ഭഗവാൻ ഉദ്ധവരോടായി പറയുന്നു. മനുഷ്യ ശരീരം തന്നെയാണ് ഗൃഹം. നന്മകളെ കൊണ്ട് ശ്രേഷ്ഠനായവനാണ് ധനികൻ. എന്തു കിട്ടിയാലും സംതൃപ്തിയില്ലാത്തവനാണ് ദരിദ്രൻ. ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവൻ കൃപണൻ. സത്വാദി ഗുണങ്ങളിലും അവയുടെ വികാരങ്ങളിലും ആസക്തിയില്ലാത്തവനാണ് ഈശ്വരൻ. ഗുണങ്ങളോടുള്ള ചേർച്ച ഈശ്വരപ്രാപ്തിക്ക് വിപരീതവുമാണ്. ഉദ്ധവ, ഇങ്ങനെ അങ്ങയുടെ ചോദ്യങ്ങൾക്കെല്ലാം ചുരുക്കത്തിൽ തന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഗുണദോഷങ്ങളുടെ ലക്ഷണങ്ങളെ അധികം വർണ്ണിച്ചിട്ട് എന്താണ് പ്രയോജനം? ഗുണദോഷങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്തോളം പ്രപഞ്ചത്തിൽ സത്യത്വബുദ്ധിയും നാനാത്വബോധവും നിലനിൽക്കും. അതിനാൽ ഗുണദോഷങ്ങളെ കാണൽ ദോഷവും മനസ്സിനെ അന്തർമുഖമാക്കി തീർത്ത് ഗുണദോഷങ്ങൾക്കതീതനായി തീരൽ ഗുണവുമാണ്. ഇനി ഭഗവാൻ പറയുന്ന 3 വിധ യോഗങ്ങൾ. വേദങ്ങൾ ഭഗവാന്റെ തന്നെ വാക്കുകളാണല്ലോ. ഗുണദോഷങ്ങളെ അവലംബിച്ചല്ലേ വേദങ്ങളിൽ വിധി നിഷേധങ്ങളെയും ധർമാധർമ്മങ്ങളെയും ഉപദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഉദ്ധവരോടായി പറയുന്ന 3 വിധ യോഗങ്ങളെക്കുറിച്ചുള്ള ആ ഒരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെയും ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ ശരണം.